ഇനി ആർക്കും നിർമ്മിക്കാം ഒരു 2.1 ആംപ്ലിഫയർ. അങ്ങനെയുള്ളൊരു ബോർഡാണ് ജി സ്റ്റാറിൻ്റെ 2.1 ആംപ്ലിഫയർ. ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നതും വളരെ ഈസി ആയിട്ട് ആംപ്ലിഫയർ നിർമ്മിക്കാവുന്നതുമായിട്ടുള്ള ബോർഡുകളാണ് ക്ലാസ് ഡി ആംപ്ലിഫയറുകൾ. കാര്യം സിംഗിൾ സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് TPA 3116 ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് റൈറ്റ്, അതായത് ഇവിടെയാണ് വരുന്നത്, ലെഫ്റ്റ് റൈറ്റിന് നമുക്ക് 50+50 വാട്ട്സും സബ് വൂഫറിന് 100 വാട്ട്സുമാണ് ഇതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കിത് 12 വോൾട്ട് തൊട്ട് 19 വോൾട്ട് വരെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവും, പക്ഷേ വാട്ട്സ് ഔട്ട്പുട്ട് കുറവായിരിക്കും. നിങ്ങൾക്ക് ഈ പറയുന്ന 100 വാട്ട്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന 24 വോൾട്ട് നിങ്ങൾക്ക് കൊടുക്കാം. 24 വോൾട്ടിൻ്റെ SMPs മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 800 രൂപ, 700 രൂപ, 650 രൂപ പല വിലയ്ക്കും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. സോ ആ ഒരു ബോർഡ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതിൽ പവർ അപ്പ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിന് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ലാപ്ടോപ്പിൻ്റെ പവർ സപ്ലൈ എടുത്തിട്ട് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കറക്റ്റായിട്ട് കൊടുക്കുക. തിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, കാര്യം ഇവിടെ പ്രൊട്ടക്ഷൻ കിടപ്പുണ്ട്, ഒരു ഡയോഡ്. എന്തായാലും നിങ്ങൾ തിരിഞ്ഞു പോകാതെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബോർഡ് വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിച്ച് എടുക്കാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു 5 വോൾട്ട് വരുന്നുണ്ട്. ആ 5 വോൾട്ട് ഇവിടെയാണ് 5 വോൾട്ട് വരുന്നത്. ആ 5 വോൾട്ട് എടുത്തിട്ട് നമുക്ക് 5 വോൾട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന USB മോഡ്യൂൾ വർക്ക് ചെയ്യിപ്പിക്കാനേ പറ്റും. അതിന് വേണ്ടി ഒരു 5 വോൾട്ട് റെഗുലേറ്റഡ് പവർ സപ്ലൈ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഡയോഡും ഒരു കപ്പാസിറ്ററും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 വോൾട്ട് നമുക്ക് കിട്ടും. ആ 5 വോൾട്ട് എടുത്തിട്ട് USB മോഡ്യൂളിലേക്ക് കണക്ഷൻ കൊടുക്കുക. അതിൽ നിന്നും വരുന്ന ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു 5 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് ഇതാ ഇവിടെ ഇവർ വിട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഒരു 12 വോൾട്ട് വരുന്നുണ്ട്. സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന സബ് ഫിൽറ്റർ SMT ടൈപ്പും അല്ലാതെ സാധനം കിട്ടുന്നുണ്ട്. സബിൻ്റെ ഒരു ഫിൽറ്റർ വാങ്ങുക, അതിലേക്ക് ഈ 12 വോൾട്ട് കൊടുക്കുക. ഇവിടെ കൊടുക്കുന്ന ഓഡിയോ സിഗ്നലിൽ നിന്നും ലെഫ്റ്റ് റൈറ്റ് സിഗ്നൽ കൊണ്ടുവന്ന് ഓഡിയോ നമ്മുടെ സബിൻ്റെ ഫിൽറ്ററോട്ട് കൊടുക്കുക. അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുക. ആ സബിൻ്റെ ഫിൽറ്റർ ഔട്ട്പുട്ട് എടുത്തിട്ട് ഒരു വോളിയം കൺട്രോൾ വയ്ക്കുക. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് സബിൻ്റെ സബ് വൂഫർ ഇൻപുട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ പുറകു വശത്ത് എഴുതാൻ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ എവിടെ സബ് വൂഫർ ഇൻപുട്ട് ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബിൻ്റെ ഫിൽറ്റർ, അപ്പോൾ സബിൻ്റെ കണക്ഷൻ ഓക്കെ റെഡിയായി. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ഒരു 2.1 ആംപ്ലിഫയർ വയറിങ് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു ക്യാബിനറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഇത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം. ജസ്റ്റ് കണക്ഷൻ കൊടുക്കുക, വർക്ക് ചെയ്യിപ്പിക്കുക. വളരെ നല്ലൊരു ബോർഡാണ്. കാര്യം TPA 3116 പല പ്രാവശ്യം നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളതും വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുള്ളൊരു ബോർഡാണ്. നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ പവർ ഔട്ട്പുട്ട് കിട്ടുന്ന, പെർഫോമൻസ് കിട്ടുന്ന നല്ലൊരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ ഒരു ബോർഡ് നല്ലതാണ്. നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ SM ഇലക്ട്രോണിക്സ്, ട്രിവാൻഡ്രം, തമ്പാനൂർ, SS കോവിൽ റോഡിലാണ്. അവിടെ കടയിലുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി വാങ്ങാം. ഇനി ആർക്കെങ്കിലും ഇത് കൊറിയറായിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കിത് കൊറിയറായിട്ട് അയച്ചു തരും. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ ഡയറക്റ്റ് തന്നെ ചോദിക്കുക. നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. കാര്യം ഈ ഒരു ബോർഡിന് പല സ്ഥലത്തും പല വില. ഈ ഒരു ബോർഡിന് മാത്രമല്ല, ഇവിടെ വരുന്ന പല സാധനത്തിനും, നമ്മുടെ ട്രിവാൻഡ്രത്ത് വരുന്ന പല സാധനത്തിനും പല വില ആണ് വരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ലേ ഷിപ്പിംഗ് പോലത്തെ പരിപാടികളുണ്ട്. അതായത് ഈ സാധനം കൊറിയറായിട്ട് ഇവിടെ വരുന്ന അങ്ങനെയുള്ള ചിലവുകളെല്ലാം നോക്കിയിട്ടാണ് ഇവിടെ വില വരുന്നത്. ചിലപ്പോൾ എറണാകുളത്തുള്ള വില ആയിരിക്കില്ല ഇവിടെയുള്ള വില ആയിരിക്കില്ല ചിലപ്പോൾ കോഴിക്കോട്. ചെറിയ 10, 50, 30 രൂപയുടെ ചെറിയൊരു വ്യത്യാസം കാണും. അപ്പോൾ അതുകൊണ്ട് വില പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടക്കാർ തമ്മിൽ പ്രശ്നമാവും. അപ്പോൾ ഇതേ ബോർഡ് ചിലപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് ചിലപ്പോൾ ഇതിനെ കട്ടിയുന്ന ഒരു 10 രൂപ 20 രൂപ കുറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവർ ആ ഒരു രീതിക്കായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെറിയ ഈ തമിഴ്നാട്ടിലേക്കാണെങ്കിൽ ചിലപ്പോൾ ഇതിനെ കട്ടി വില കുറച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. കാര്യം ഈ ബോർഡൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. ഇതെല്ലാം ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് പറഞ്ഞാൽ അവിടെ കുറച്ച് വില കുറവായിരിക്കും. ചിലപ്പോൾ ഒരു 50 രൂപ വരെ വ്യത്യാസം വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം നിലവിൽ ഈ പറയുന്ന കടയിൽ നിന്ന് ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കുക. ചേട്ടാ ഇതിൻ്റെ വില എത്രയാണ്, അത് 3 മാത്രം, ഒരു മെസ്സേജ് മാത്രം കൊടുക്കുക. കൊടുക്കുക. അപ്പോൾ അവർ റിപ്ലൈ തരും. നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ ഗൂഗിൾ പേയിൽ അവർ പറയുന്നത് ക്യാഷ് അയച്ചു കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തും. ഇത്രയേ ഉള്ളൂ സംഭവം. ഒരുപാട് ആൾക്കാർ വില ചോദിക്കുന്നുണ്ട്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്ക് ഈ ഓപ്പണായിട്ട് വില പറയാനേ പറ്റില്ല. ഈ കടക്കാർ നമ്മൾ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നു, എൻ്റെ പരിപാടി തീർന്നു. ഞാൻ ആരെയും പൈസ വാങ്ങിയിട്ടല്ല ഈ ഒരു വീഡിയോ ഇടുന്നത്. തികച്ച് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു പോകട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സഹായമാണ് നിങ്ങൾക്കും കടക്കാർക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡയറക്റ്റ് കടക്കാർക്ക് ചോദിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം. ഇതുമായിട്ട് താല്പര്യമുള്ള കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തു, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ഫോളോ ചെയ്യുക.
ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.